ധന്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയൊരുക്കുന്ന കമാൻഡോ സംഘത്തിൽ ഒരു വനിതയുണ്ടെന്നുള്ളൊരു കൗതുകകരമായ വാർത്തയാണ്. കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി അതീവ സുരക്ഷ അർഹിക്കുന്ന, പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വനിതാ സംരക്ഷണം, അത് എന്താണ് സംഗതി? ശരിയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ SPGക്കാണ്. SPGയെ കുറിച്ച് നമ്മൾ പലതവണ പ്രധാനമന്ത്രി കേരളത്തിലൊക്കെ വന്നപ്പോഴൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ എറിയുന്ന ഒരു തൃശ്ശൂർ വന്ന, എറണാകുളത്താണോ തൃശ്ശൂരാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, വന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോൺ എറിയുന്ന ഒരു ഇതൊക്കെ, അതായത് പൂവെന്ന് കരുതി എറിയുന്നത് മൊബൈലാണ്. പക്ഷെ ഈ മൊബൈല് എറിയുമ്പോൾ തന്നെ അതിവിദഗ്ധമായി പ്രധാനമന്ത്രിയുടെ ദേഹത്ത് കൊള്ളാതെ പിടിക്കുന്ന SPG കമാൻഡോമാരെ നമ്മളൊന്ന് കണ്ടതാണ്. പിന്നീട് ഇവരെ കുറിച്ച് പലപ്പോഴും ഇവർ പല വാർത്തകളിൽ ഇടനേറാറുണ്ട്. ഇവരാരാണെന്നോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്നവരാണെന്നോ, ഇവരെവിടത്തുകാരാണെന്നോ ഒന്നും, ഇവരുടെ ശമ്പളം എത്രയാണെന്നോ, ഇവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നോ ഇതൊന്നും നമുക്ക് ഒരു പിടിയുമില്ല. അതീവ സുരക്ഷയെ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ. രഹസ്യങ്ങൾ സൂക്ഷിച്ച്, കാരണം പ്രധാനമന്ത്രി പോലുള്ള ഈ ജീവൻ വലിയ വിലപ്പെട്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സംരക്ഷണ ചുമതലയിൽ ഒരു പൊതുവെ പുരുഷന്മാരായിരിക്കും എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ധാരണ. അത് ഒരു സ്ത്രീക്ക് ഒരു പ്രധാനമന്ത്രിയെ സുരക്ഷിതരാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടാകും. ഇവിടെയാണ് ആ ചോദ്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദാസോ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഗാർഡ് സംഘത്തിലെ അദാസോ കബേസയെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. കബേസ നല്ല പേരാണല്ലോ. അതായത് മണിപ്പൂരികാരിയായ അദേസയുടെ നേട്ടം രാജ്യത്തിന് സൈനിക സേവനം ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട ആ രാജ്യത്തെ ആദ്യ വനിതാ SPG കമാൻഡോയാണ് അദാസോ കപാസെ. സുരക്ഷാ സംവിധാനത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച ആ സ്ത്രീയുടെ ഔദ്യോഗിക നാമം ഇൻസ്പെക്ടർ അദാസോ കബേസെ എന്നാണ്. മണിപ്പൂർ നിവാസിയായ അദാസോയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു ചിത്രം അടുത്തിടെ വൈറലായതാണ് ശ്രദ്ധേയായത്. രാജ്യത്തെ ഏറ്റവും പ്രത്യേക സുരക്ഷാ യൂണിറ്റായ SPGയുടെ യൂണിഫോമിലായിരുന്നു ചിത്രത്തിൽ അദാസോ പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ വനിതാ SPG കമാൻഡോ ആയിട്ടാണ് അദാസോ കബേസെ മാറിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സംരക്ഷണത്തിനായി രൂപീകരിച്ച ഒരു പ്രത്യേക സുരക്ഷാ യൂണിറ്റാണ് SPG, അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഈ യൂണിറ്റ് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിലെ കമാൻഡോകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. മാനസികവും ശാരീരികവുമായ തലങ്ങളിൽ പരിശോധനകൾ ഉള്ളതിനാൽ ഈ യൂണിറ്റിൽ ചേരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ആരാണ് അദാനോ കബേസോ, എത്രയാണ് അവർ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്ന വാങ്ങുന്ന ശമ്പളം, എന്താണ് അവരുടെ ജോലി? മണിപ്പൂരിലെ സിനോപതി ജില്ലയിലെ കൈബി എന്ന ചെറിയ ഗ്രാമത്തിലെ മാവോ നാഗ ഗോത്രത്തിൽ നിന്നുമാണ് അദാസോ വരുന്നത്. പഠനശേഷം അവർ SBTയിൽ, അതായത് നശാസ്ത്ര സീമാബാൽ ചേർന്നു. SSBയിൽ ആണ്, SBTയിലല്ലേ, SSBയിൽ ചേർന്നു. പിത്തോരാഘട്ടിലെ, അതായത് ഉത്തരാഖണ്ഡ്, അവിടെയാണ് ഈ പിത്തോരാഘട്ട്, അവിടുത്തെ 55 ബറ്റാലിയനിൽ ജോലി ചെയ്തു. അവിടെ നിന്നാണ് SPGയിൽ എത്തിയത്. ധൈര്യം കൊണ്ട് മാത്രമല്ല, അച്ചടക്കത്തിലും കഠിനാധ്വാനത്തിലും അവർ സ്വയം തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് അദാസോ കപാസോ. SPGയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇല്ല. SPGയിൽ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇല്ല. CRPF, CSIF, SSB അല്ലെങ്കിൽ ITBP തുടങ്ങിയ ഏതെങ്കിലും അർദ്ധ സൈനിക സേനയിൽ ഇതിനകം പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്തൂ. തിരഞ്ഞെടുത്താൽ ആയുധ പരിശീലനം, ആയോധന കല, ബോംബ് നിർവീര്യമാക്കൽ, രഹസ്യ ദൗത്യങ്ങൾ, മാനസിക ശക്തി തുടങ്ങിയ പ്രത്യേക പരിശീലനം നൽകിയാണ് SPGയിലേക്ക് അയക്കുന്നത്. SPG കമാൻഡോകൾക്ക് ആകർഷകമായ ശമ്പളവും അലവൻസുമുണ്ട്. പ്രതിമാസം 84,000 മുതൽ 2.4 ലക്ഷം വരെയാണ് അവരുടെ ശമ്പളം. ഇതിനു പുറമെ പ്രത്യേക റിസ്ക് അലവൻസ്, ഡ്രസ് അലവൻസ്, യാത്രാ അലവൻസ്, ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കും. റിസ്ക് എടുത്താലും കുഴപ്പമില്ല. 2.5 ലക്ഷം വരെ ശമ്പളം കിട്ടുമല്ലോ. അതുകൊണ്ട് റിസ്കിനേക്കാൾ കൂടുതൽ ആ ഒരു ചുമതല നിർവഹിക്കുന്നതിന്റെ ഒരു സ്റ്റാറ്റസ് സിംബലാണ് ഏറ്റവും വലിയ ആകർഷക ഘടകം. നമ്മൾ പലപ്പോഴും ഈ SPGക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ, അല്ലെ, ഇവരാരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നവരാണ്? ഈ റോയിയുടെ പല ഉദ്യോഗസ്ഥരുടെ മേൽവിലാസങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് പോലെയാണ് SPGക്കാരുടെയും. അതിന്റെ അകത്തുള്ളവർക്ക് അറിയാമായിരിക്കും ഇവർ ഏത് മേഖലയിൽ നിന്ന് വന്നവരായിരിക്കും. പക്ഷേ വന്നതിന് ശേഷം പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം രഹസ്യമായാണ് കൊണ്ട് നടക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾക്ക്, രാഷ്ട്രപതിയെ പോലുള്ള ആളുകൾക്കൊക്കെ Z+ കാറ്റഗറി സുരക്ഷയല്ലേ നൽകുന്നത്. അപ്പൊ അത്രത്തോളം അതിലൊരു വനിത വരിക എന്നൊക്കെ പറയുന്നത്
ഇത് ഇന്ത്യ മുഴുവൻ അത്ഭുതത്തോടെ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ചില സ്ത്രീകളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ ആ പദവിയിലേക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ എന്താ പറയുക ഈ സൈന്യത്തിലൊക്കെ ചേരാൻ കഴിയും. ഇപ്പോൾ ഈ സൈന്യത്തിലൊക്കെ ചേരുന്നതിനൊക്കെ ഈ എന്താ പറയുക, ഞാനൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ആളാണ്. ശാരീരിക ക്ഷമതാ മാനദണ്ഡങ്ങൾ. എനിക്ക് പൊക്കമില്ലായ്മയാ എന്റെ പ്രശ്നം. എനിക്ക് സൈന്യത്തിൽ ചേർന്നത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ മണിപ്പൂർ സ്വദേശികൾക്ക് പൊതുവെ അവർ ഈ പൊക്കം കുറഞ്ഞ നമ്മുടെ ചാനു എന്ന് പറയുന്നൊരു ഭാരോദ്വഹന താരമുണ്ട്. അവര് മണിപ്പൂർകാരി, അവർ തീരെ പൊക്കം കുറഞ്ഞ അവര് പൊതുവെ പൊക്കം കുറവാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ ചില ഈ വിഭാഗങ്ങൾക്കൊക്കെ ഈ ആനുകൂല്യങ്ങളുണ്ടല്ലോ, പൊക്കക്കുറവ്. അവർക്ക് 150 സെന്റിമീറ്റർ പൊക്കമൊക്കെ മതി, ചിലത് 142 148 മതി. മറ്റുള്ളവർക്കാണ് ഇതില് പൊക്കത്തിൻ്റെതല്ല, ഇതില് ആ ഒരു ഗട്ട്സ് ആണ് പ്രധാനം. അതായത് ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊക്കെ വഹിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കാം, അത് തയ്യാറായിട്ട് സജ്ജമായിരിക്കണം. ഇപ്പൊ നമ്മുടെ ജീവൻ കൊടുത്ത് പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മധൈര്യം നമുക്കുണ്ടാകണം. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവും കഠിനാധ്വാനവും ഒക്കെ നമുക്ക് ഉണ്ടാകണം. പിന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനോധൈര്യം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് ആളുകളെ എടുക്കുക. പിന്നെ എടുത്തതിന് ശേഷം അവർക്ക് പരിശീലനം നൽകും. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വനിതയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ വനിതകളോടാണ് SPGയിലൊക്കെ കയറാൻ നിങ്ങൾക്കും സാധിക്കും. അത് കൃത്യമായ പരിശീലനം, കൃത്യമായ എന്താ പറയുക കഠിനാധ്വാനത്തിലൂടെയും മാനസികാരോഗ്യത്തിലൂടെയും ഒക്കെ നിങ്ങൾക്കും ഇതിലേക്കൊക്കെ എത്താൻ കഴിയും. കാരണം പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഒരു വനിത കൂടി ഉണ്ട് എന്ന് അറിയുമ്പോൾ അത് വനിതയായതുകൊണ്ടാണ് ഇത് വാർത്ത തന്നെ ആയത്. അതെ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു കരിയർ മാത്രമല്ല, നമ്മുടെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരാളായി മാറുകയും ചെയ്യാം. അതെ, അത്ര അദാസോ കബേസ നമ്മൾ അവരെ കുറിച്ച് അറിയുമ്പോൾ എന്താ പറയുക, നമ്മളല്ല ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ടീമിൽ വന്നിട്ടില്ലെങ്കിൽ ഇവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യോ? എത്ര സ്ത്രീകൾ ഇപ്പോ ഇന്ത്യൻ വ്യോമ മേഖലയിൽ പിന്നെ കരസേന മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അറിയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമായിരിക്കും. അപ്പൊ അത്തരത്തിൽ പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകുമല്ലോ ഇതിലേക്ക്. സൈനികരാകണം എന്ന് പറയുന്നവര് ശമ്പളത്തെക്കാൾ അവർ പ്രതീക്ഷിക്കുന്നത് പലരും രാജ്യസേവനമാണ്. എനിക്ക് രാജ്യത്തെ സേവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശമ്പളമല്ല, യൂണിഫോമിനോട് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ. അവർ വാങ്ങുന്ന പൈസയെ കുറിച്ചോ അവരുടെ അലവൻസിനെ കുറിച്ചോ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്നതിന് മുൻപ് ഇന്ത്യക്കാര് നമ്മൾ ആ വേഷത്തെ കാണുമ്പോൾ നമുക്കറിയാതെ ഒരു രോമാഞ്ചം വന്നു. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം. അത് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും. ഈ 24 hours പ്രധാനമന്ത്രി ഇങ്ങനെ കുറച്ചു നേരമാണ് നരേന്ദ്രമോദി ഉറങ്ങുന്നത്. ബാക്കി മൊത്ത സമയം ഇദ്ദേഹം യാത്രയിലും ചർച്ചകളിലും മീറ്റിംഗ്സിലും ഇദ്ദേഹത്തിന്റെ ജോലിയിലും മുഴുകിയിരിക്കും. ഈ സമയം മുഴുവൻ ഈ SPGക്കാരുടെ ഈ കണ്ണുകൾ മുഴുവൻ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടായിരിക്കണ്ടേ. അപ്പോ അത്രത്തോളം അവര് ഇതിനു വേണ്ടി പരിശീലനം നേടി പൂർണ്ണ സജ്ജരാകുമ്പോഴാണ് അവര് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ എന്താ പറയാ, വലിയ സംഭവമായി തന്നെ നമ്മൾ കാണണം. ഇതിനെ നിസ്സാരവൽക്കരിച്ചല്ല കാണുന്നത്. ഇതൊക്കെ കാര്യം ചെറുതാണെങ്കിലും എന്താ പറയുക, പ്രശ്നം കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. അതുപോലെയാണ് ചെറിയ ഒരു സംഗതി ആണെങ്കിലും അദാസോ കബേസ ഇപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്.